നമുക്കെല്ലാവർക്കും ഈ ഒരു ഭൂമിയിൽ ലഭിക്കുന്നത് 24 മണിക്കൂർ എന്നുള്ള ഈ ഒരു സമയം മാത്രമാണ് അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയോ, നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ അനുഭവപ്പെടുന്ന സമയം എന്നുള്ളത് അത് വ്യത്യസ്തമായിരിക്കുമെന്ന്. ഇതിനെയാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ അവിടെ നിങ്ങൾക്ക് സമയം വളരെ പെട്ടെന്ന് പോകുന്നതായിട്ടും, എന്നാൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് സമയം പതിയെ പോകുന്നതായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ടൈം ഡയലേഷൻ. സോ ആക്ച്വലി ഒരു സമയം അനുഭവപ്പെടുന്നത് അത് നമ്മളുടെ മനസ്സിലാണ്. ഇനി നിങ്ങൾ എപ്പോഴും എനിക്ക് പഠിക്കാനും വർക്ക് ചെയ്യാനൊന്നും തീരെ സമയമില്ല, അല്ലെങ്കിൽ സമയം പോരാ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാൽ നിങ്ങളുടെ മൈൻഡ് ഒരുപാടധികം ഡിസ്റ്റർബ്ഡ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു ഡിസ്ട്രാക്ഷൻസും ഡിസ്റ്റർബൻസ് നിറഞ്ഞ ഒരാളുടെ മനസ്സിലെ സമയം എന്നുള്ളത് വളരെ കുറവായിരിക്കും. സോ നിങ്ങൾക്കിവിടെ വേണ്ടത് കൂടുതൽ സമയമല്ല, കൂടുതൽ ഫോക്കസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്വാമി വിവേകാനന്ദൻ ദിവസവും 400-ലേറെ പേജുകളുള്ള പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അദ്ദേഹം വായിക്കുമെന്ന് മാത്രമല്ല, അതിലുള്ള ഓരോ വരികളും അദ്ദേഹത്തിന് കാണാതെ ഓർത്തു വയ്ക്കാനും സാധിക്കുമായിരുന്നു. സോ വർക്ക് ഓൺ യുവർ സെൽഫ്.